നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുലിപ്പല്ല്, പുലിനഖം, ആനക്കൊമ്പ് ഇത് കേരളത്തിൽ എന്നും വിവാദമാകാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇത് കൈവശം വെച്ചതിന്റെ പേരിലാണ് എപ്പോഴും ഇത് വാർത്താ പ്രാധാന്യം നേടാറുള്ളത്. ഇപ്പോഴിതാ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ നോട്ടീസ് നൽകാൻ വനവകുപ്പ് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തൃശൂർ ഡിഎഫ്ഒയ്ക്ക് മുന്നിൽ ആഭരണം ഹാജരാക്കാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും നിർദ്ദേശിച്ചായിരിക്കും നോട്ടീസ് നൽകുക. തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് നടപടി. നേരത്തെ തന്നെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്കെതിരെയുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തായിരുന്നു. തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന മാല ധരിച്ചു എന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനംവകുപ്പിനെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. താൻ പുലിപ്പല്ല് ഉപയോഗിക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. വേടന്റെ വിവാദ പശ്ചാത്തലത്തിലാണ് ഈ വിവാദവും ഉയർന്നു വന്നത്. മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുക. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഡിഎഫ്ഒയ്ക്ക് മുമ്പാകെ ഹാജരായി പുലിനഖ മാലയെക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കേണ്ടി വരും. തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് ഡിഎഫ്ഒ നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനിക്കുക. തൃശൂർ ഡിഎഫ്ഒയ്ക്ക് മുന്നിൽ ആഭരണം ഹാജരാക്കാനും നിർദ്ദേശിക്കും. മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് നടപടി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ലോക്കറ്റിലെ പുലിപ്പല്ല് ഒറിജിനൽ ആണെങ്കിൽ അത് കൈവശം വയ്ക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതല്ല വ്യാജമാണെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചാൽ അത് പരിശോധിച്ചുറപ്പിക്കാൻ ലോക്കറ്റ് വനവകുപ്പിന് സറണ്ടർ ചെയ്യേണ്ടി വരും. പുലിപ്പല്ല് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസാണ് സുരേഷ് ഗോപിക്കെതിരെ വരിക. സുരേഷ് ഗോപിയുടെ പൊതുപരിപാടികളുടെ വീഡിയോ സഹിതമാണ് പരാതി. ദി ഹിന്ദു ദിനപത്രത്തിലെ കേസ് സുധിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2011 ആദായ നികുതി റെയ്ഡിനിടെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചെടുത്തതിന്റെ കുരുക്ക് ഇനിയും തീർന്നിട്ടില്ല. ഗണേഷ് കുമാർ വനമന്ത്രിയായിരിക്കെ സർക്കാർ സഹായിച്ചിട്ട് പോലും തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്ന് 2012 ജൂണിലാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്തത്. ആദായ നികുതി വകുപ്പാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രഹസ്യ റെയ്ഡ് നടത്തിയത്. 65,000 രൂപ നൽകി വാങ്ങിയെന്നായിരുന്നു മോഹൻലാലിന്റെ വിശദീകരണം. കെ കൃഷ്ണകുമാർ എന്ന ആളിൽ നിന്ന് താൻ ആനക്കൊമ്പ് വാങ്ങിയെന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൃഷ്ണകുമാറിനെയും കേസിൽ പ്രതിയാക്കി. മോഹൻലാലിനെതിരെ നടപടി വേണ്ടെന്ന് പല കോണുകളിൽ നിന്നും സർക്കാർ ഉപദേശം ലഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ വഴങ്ങിയില്ല. ആനക്കൊമ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം ലാലിനെതിരെ കേസെടുത്തു. പിന്നീട് കേസ് റദ്ദാക്കി. അന്ന് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം നിയമത്തിൽ ഭേദഗതി വരുത്തി. ലാലിന് വേണ്ടി നിയമം പരിഷ്കരിക്കുകയായിരുന്നു അന്നത്തെ സർക്കാർ. ഇതിനിടയിൽ താരത്തിന്റെ കയ്യിലുള്ളത് യഥാർത്ഥ ആനക്കൊമ്പാണെന്ന് മലയാറ്റൂർ ഡിഎഫ്ഒ സർക്കാരിന് റിപ്പോർട്ടും നൽകി. അതേസമയത്ത് തന്നെ മോഹൻലാലിനെ പിന്തുണച്ച് വനംവകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. നിയമപരമല്ലാത്ത മാർഗത്തിലൂടെയല്ല മോഹൻലാൽ ആനക്കൊമ്പ് വാങ്ങിയതെന്ന പഴയ നിലപാടാണ് ഇക്കുറി വനവകുപ്പ് തിരുത്തിയത്. മോഹൻലാലിനെതിരെ തുടർ നടപടി വേണ്ടെന്നും വനവകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട്. 2012 രജിസ്റ്റർ ചെയ്ത കേസ് 7 വർഷം കഴിഞ്ഞിട്ടും തീർപ്പാക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ചോദിച്ചത്. 3 ആഴ്ചയ്ക്കകം മജിസ്ട്രേറ്റ് കോടതി കേസിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും സംസ്ഥാനത്തെ ഉയർന്ന കോടതി ഉത്തരവിട്ടു. അതിനെ തുടർന്നാണ് നടപടി. ലാൽ ആനക്കൊമ്പ് വാങ്ങിയതായി പറയുന്ന കൃഷ്ണകുമാർ ആരെന്നും വനവകുപ്പ് കണ്ടെത്തിയിട്ടില്ല. ഇയാൾക്ക് ആനക്കൊമ്പ് എവിടെ നിന്നാണ് കിട്ടിയതെന്നും കണ്ടെത്തിയിട്ടില്ല. കൃഷ്ണകുമാറിന് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ആരാണ് അധികാരം നൽകിയതെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസ് വനവകുപ്പ് നിസ്സാരവൽക്കരിച്ചതും ചർച്ചയായി. ഒരു വ്യക്തിക്ക് വേണ്ടി നിയമത്തിൽ സർക്കാർ വെള്ളം ചേർത്തതും ചോദ്യം ചെയ്യപ്പെട്ടു. മോഹൻലാലിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പിനെ കുറിച്ച് പലതരം ദുരൂഹതകൾ പ്രചരിക്കുന്നുണ്ട്. ആനകളെ കൊന്ന് ആനക്കൊമ്പ് അപഹരിക്കുന്ന ചിലരെ പിടികൂടിയപ്പോഴും മോഹൻലാൽ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നു. അതേസമയം കുറച്ചു ദിവസമായി സുരേഷ് ഗോപി മറ്റൊരു വിവാദത്തിലായിരുന്നു. ഒരു സിനിമയുടെ പേരിന്റെ പേരിൽ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സുരേഷ് ഗോപി ചിത്രം JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ കണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നഗരേഷ് കൊച്ചി പടമുകളിലെ സ്റ്റുഡിയോയിൽ എത്തി കഴിഞ്ഞ ദിവസം സിനിമ കാണുകയായിരുന്നു. കേസ് ബുധനാഴ്ചയാണ് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഇത്രയും ദിവസമായിട്ട് എവിടെയും പ്രതികരിച്ചിട്ടില്ല. ഒരു സിനിമയുടെ പേരിന്റെ പുറകിലാണ് സെൻസർ ബോർഡ്. ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമയ്ക്ക് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ വരും കാലത്ത് മറ്റുള്ള നടീനടന്മാർ അഭിനയിച്ച സിനിമയ്ക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ് എല്ലാവരും
ചോദിക്കുന്നത്. ഒരു പേരിലേക്ക് കയറി പിടിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടയുമോ എന്ന് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം ഒടുവിലാണ് ശനിയാഴ്ച സിനിമ കാണാൻ കോടതി തീരുമാനിച്ചത്. ദൈവത്തിന്റെ പേരായതിനാലാണ് സെൻസറിംഗ് തടഞ്ഞതെന്നാണ് കോടതിയിൽ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയത്. നീതിക്ക് വേണ്ടി പോരാടുന്ന നായികയ്ക്ക് ജാനകി എന്ന് പേരിടുന്നതിൽ എന്താണ് തെറ്റെന്നും ഹൈക്കോടതി ചോദിച്ചു. രാജ്യത്തെ ആളുകളുടെ പേരൊക്കെ ഏതെങ്കിലും ദൈവത്തിന്റെ പേരായിരിക്കും. അതിനെല്ലാം തടസ്സം പറയുന്നത് ശരിയാണോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. സംവിധായകരോടും കലാകാരന്മാരോടും ഏതൊക്കെ പേരും കഥയും സ്വീകരിക്കണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയാണോ എന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട്.